ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണേ. എന്താ ആലോചിച്ചതെന്ന് ചോദിച്ചാൽ ഒരെത്തും പിടിയില്ല. എന്തായാലും അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൊതിച്ചോറ് തിന്നാൻ തോന്നി. മോഹം ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അങ്ങ് ഓർഡർ ചെയ്തു. ഒരു മീൽസും ഒരു പൊതിച്ചോറുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം നല്ല നീറ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ ആ പൊതിച്ചോറ് പേപ്പർ ഇങ്ങനെ തുറന്നതും നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അകത്തെ വാഴയിലൊന്നും കീറിയിട്ടോ പൊട്ടിയിട്ടോ ഒന്നുമില്ല. വാഴയില തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണം. അപ്പോൾ പൊതിച്ചോറ് നോക്കിയപ്പോൾ നിറയെ കറികളുണ്ട് കേട്ടോ. തോരനുണ്ട്, വിഴുക്ക് പുരട്ടിയുണ്ട്, ചമ്മന്തിയുണ്ട്, ചിക്കനുണ്ട്, അവിയലുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പിന്നെ അച്ചാറും. അടിപൊളി. 3 നോൺ വെജോ, ചിക്കനുണ്ട്, ഒരു ഫുൾ ഫിഷുണ്ട്, പിന്നെ മുട്ടയും വരുന്നുണ്ട്. സാധാരണ പൊതിച്ചോറിൽ ഫുൾ ഫിഷ് കാണുന്നത് റെയറായിട്ടാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹാപ്പി. പിന്നെ എന്തൊക്കെ കറിയുണ്ടെന്ന് പറഞ്ഞാലും ആദ്യത്തെ ബൈറ്റ് അത് ചമ്മന്തിയും മുട്ട പൊരിച്ചതും, അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ നല്ലപോലെ ചമ്മന്തി എടുത്ത് കുഴച്ചതിന് ശേഷം ഒരു പീസ് മുട്ട പൊരിച്ചതും വെച്ച് കഴിക്കണം. ആഹാ. അതിന് ശേഷം മാങ്ങാച്ചാറ് കുറച്ചെടുത്ത് കഴിക്കുക. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിനെ ഒന്നും മറക്കാൻ പാടില്ല. വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി, പിന്നെ പയറ് തോരൻ, പിന്നെ നമ്മുടെ കുറച്ച് അവിയൽ. എല്ലാ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഓവറായിട്ടും ഇല്ല, എന്നാൽ ഒട്ടും കുറഞ്ഞു പോയിട്ടും ഇല്ല. ഇതിന് ശേഷമാണ് നമ്മുടെ ബെസ്റ്റ് കോമ്പിനേഷൻസ്. നല്ല അടിപൊളി സദ്യയ്ക്ക് വിളമ്പുന്ന സാമ്പാറും മീൻ പൊരിച്ചതും. ആഹാ. അത് കഴിച്ചതിന് ശേഷം നിറയെ പൈനാപ്പിളൊക്കെ ഇട്ട പൈനാപ്പിൾ പുളിശ്ശേരിയും ചിക്കൻ പെരട്ടും. അടിപൊളിയാണ് കേട്ടോ.